അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയ മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ സ്ഥലം മാറ്റ ഭീഷണി. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ നഗരസഭാ സെക്രട്ടറി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റ ആവശ്യവുമായി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്തെത്തിയതായി ആരോപണമുയർന്നത്. ഈ ഇത്രയും കാലം 3 കൊല്ലത്തോളം പൊളിച്ചു നിന്ന സെക്രട്ടറി ഇവിടെ ഉണ്ടോ? ഉണ്ടായിട്ടില്ല. ആരും ഇവിടെ നിൽക്കില്ല. ഇവിടുത്തെ പ്രശ്നങ്ങൾ വെച്ചാൽ പഴയ ഉദ്യോഗസ്ഥരും പഴയ ഭരണസമിതിയും ഇവരൊക്കെ ഉണ്ടാക്കി വെച്ച വിഷയങ്ങൾ പരിഹരിക്കാനേ എനിക്കിവിടെ വന്ന് സമയം ഉണ്ടായിട്ടുള്ളൂ. പുതിയൊരു കാര്യം നമുക്ക് ചെയ്യാം. നമുക്കെന്തോ സ്ട്രെസ് ഉണ്ടല്ലോ. ഇപ്പൊ വിജിലൻസ് വന്ന് കണ്ടില്ലേ? ഇവിടെ വിജിലൻസ് കയറി ഇറങ്ങാനേ സമയമുള്ളൂ. അവർക്കുള്ള പണ്ടത്തെ ആൾക്കാർ ചെയ്തതിന്റെ ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയുള്ള സമയം എനിക്ക് കിട്ടുന്നുള്ളൂ ഇവിടെ. പണ്ടുള്ള ഉദ്യോഗസ്ഥരും അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ പണ്ടുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ നടത്തിയ അഴിമതികളാണോ അതോ? എല്ലാം ഉണ്ട്. എല്ലാം വീഴ്ചകളാവാം, അഴിമതി എല്ലാം ഉണ്ട് അതിനകത്ത്. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ്, ന്യൂ അൽമ ആശുപത്രി കെട്ടിടം, പഴേരി കോംപ്ലക്സിന്റെ പിൻഭാഗത്തെ കെട്ടിടം തുടങ്ങി 14ഓളം അനധികൃത നിർമ്മാണങ്ങൾക്ക് 2024 തന്നെ നോട്ടീസ് നൽകിയിരുന്നതാണെന്നും ഇവ പൊളിച്ചു നീക്കണമെന്നുമാണ് നഗരസഭാ സെക്രട്ടറിയുടെ നിലപാട്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഉണ്ടാകേണ്ട പല ഫയലുകളും മുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇതിൽ മുൻകാല ഉദ്യോഗസ്ഥർക്കും കൌൺസിലർമാർക്കും പങ്കുണ്ടെന്ന സംശയത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സെക്രട്ടറി സതീഷ് കുമാർ പറഞ്ഞു. അത് കുറെ കാലമായിട്ട് നടക്കുന്നതാണ് സെക്രട്ടറി മാറ്റാനുള്ളത്. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ. ഇവിടെ ഞാൻ ചോദിച്ചിട്ട് വന്ന സ്റ്റേഷൻ അല്ലല്ലോ ഇത്. ഞാൻ ഇവിടെ നിന്ന് ദൂരെ ചിറ്റൂരിലെ ആളാണ് ആദ്യം വർക്ക് ചെയ്തത്. എനിക്കിവിടെ അന്ന് ചോദിക്കാറുന്നില്ല. ഞാൻ തന്നെ ചോദിച്ചിട്ടാണ് ചിറ്റൂരിലേക്ക് ദൂരെ പോയ ആളാണ് ഞാൻ. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ അത് വേറെ. ഇപ്പോൾ ഇവിടെ മാറ്റുകയാണെങ്കിൽ മാറ്റില്ല. എനിക്കിപ്പോൾ എവിടെ വേണമെങ്കിൽ ഞാൻ പോയി വർക്ക് ചെയ്യും. അതൊക്കെ ഉറപ്പില്ല. കാരണം ഇത്രയും 3 കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത ഒരു സെക്രട്ടറി ഇവിടെ ഇല്ല. ഇവിടെ ആരും അങ്ങനെ വന്ന് നിൽക്കില്ല. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾ വെച്ചാൽ അത്രക്കും പ്രശ്നങ്ങളുണ്ട്. പഴയ ആൾക്കാരുണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ തീർക്കാനേ ഞങ്ങൾക്ക് ഇവിടെ സമയമുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസിൽ നിൽക്കാൻ ഏതെങ്കിലും സെക്രട്ടറി ആഗ്രഹിക്കുമോ? നല്ല രീതിയിൽ വർക്ക് ചെയ്ത ആളാണ് ജനങ്ങളുടെ അഭിപ്രായം. അപ്പൊ അവസാന സമയത്ത് ഇങ്ങനെ ഒരു അത് തന്നെ 3 കൊല്ലം ഇവിടെ ഭരണസമിതിയിലൂടെ പിടിച്ചു നിൽക്കുക പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? ആരാ അങ്ങനെ അത്രയും കാലം നിൽക്കുക? അവസാന സമയത്ത് ഇത്തരത്തിലൊരു എതിരൊരു അഭിപ്രായം വരുമ്പോൾ പുറത്താക്കി മാറ്റണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ അത് ചില വ്യക്തികളുടെ മാത്രം താല്പര്യമാണ്. അത് നമുക്ക് അത് അവരുടെ താല്പര്യമാണ്. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. അത് മാറ്റണ്ടെന്ന് ഞാൻ പറയാൻ പോവില്ല. ഞാൻ മാറ്റണം എന്നും പറയാൻ പോവില്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ അപേക്ഷ കൊടുക്കായിരുന്നു, ഇന്ന സ്റ്റേഷനിൽ എന്നെ ഒന്ന് ആക്കി തരാമോ. ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എവിടെ വേണമെങ്കിൽ കാസർഗോഡ്. പഞ്ചായത്ത് കാലം മുതൽ മണ്ണാർക്കാട് അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് കയറിയിറങ്ങാൻ മാത്രമേ സമയമുള്ളൂ എന്നും തനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നും സെക്രട്ടറി കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് കാലം മുതൽ ഇവിടെ ഫയലുകൾ ഞാനിപ്പോൾ വന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, കുറച്ച് ആൾക്കാരോട് വന്നത് പഞ്ചായത്ത് കാലം മുതലുള്ള പഴയ ഒരു ഫയൽ ഇവിടെ എന്താ മാനസ. ഞാൻ തന്നെ വിജിലൻസ് കേസ് കൊടുത്ത ആളാണ്. ഇപ്പൊ ഇന്ന് വിജിലൻസ് വന്നല്ലോ. ഇവിടെ വിജിലൻസ് വന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വന്നിട്ട് 1 കൊല്ലാകുമ്പോഴേക്ക് കൊടുത്ത കേസാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇത്. അത് അന്ന് പഞ്ചായത്ത് കാലം മുതൽ ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് ബിൽഡിങ്ങിന്റെ കേസിലാണെങ്കിലും കുറെ ഉണ്ട്. അത് ഇപ്പൊ ഞാൻ എല്ലാ ആഴ്ചയിലും ഓവർസീർമാരെ വിടാറുണ്ട്. എവിടേക്കാണ് അനധികൃതം നടക്കുന്നുണ്ടോ, അനധികൃത നിർമ്മാണം എവിടെയൊക്കെ പോയി കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ. ഇതുവരെയും ഞാനിപ്പോ നേരത്തെ ചോദിച്ചപ്പം ഒരു രജിസ്റ്റർ തന്നെ കാണാനില്ല. അതായത് ഞാൻ വന്നപ്പോൾ എനിക്ക് 13 ബിൽഡിംഗ് UA ആണെന്ന് കാണിച്ചും കൊണ്ട് ഞാൻ നോട്ടീസ് കൊടുത്ത ആ രജിസ്റ്ററെ ഇപ്പൊ കാണാനില്ല ഇവിടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ലീഗ് കൌൺസിലർമാർ ഉടൻ സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് കാര്യങ്ങൾ നീക്കാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവെന്നുമാണ് വിവരം. അതേസമയം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സെക്രട്ടറിക്കെതിരെയുള്ള ലീഗ് അംഗങ്ങളുടെ നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഇടതുപക്ഷ കൌൺസിലർമാരും ചില കോൺഗ്രസ് കൌൺസിലർമാരും പ്രതികരിച്ചു. അദ്ദേഹം അഴിമതിക്കാരനോ കൈക്കൂലിക്കാരനാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരോട് കൂടാം. അതല്ല, ചിലരുടെ വ്യക്തി താല്പര്യത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ വ്യക്തിവിരോധം തീർക്കാനായിട്ട് ഇത്തരം ഒന്നാമത് ഞാൻ പറയാം, ഒരു പിന്നോക്ക മേഖലയിൽ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള അദ്ദേഹത്തിനെ കഴിവ് വെച്ച് പഠിച്ച് വളർന്ന് ഒരു ജോലിക്കാരെയാണ്. ഇത് അദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ അവഹേളനവും ഒരു അപമാനിക്കലുമാണ് ആ തരത്തിലുള്ള ചർച്ച കൊണ്ടുവരുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. CCN മണ്ണാർക്കാട്.